അപ്പൊ താങ്കൾ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആ ഇന്ത്യൻ ബേക്കറി നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരുന്നത്? നല്ല രീതിയിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്താ സംഭവം? ഫാദർ ഇൻ ലോ സ്ഥാപിച്ചതായിരുന്നു ഏത് വർഷം? 1975. ഫാദർ ഇൻ ലോടാ ചോദിക്കണം, ഞാൻ തന്നെ അതൊന്ന് ഏറ്റെടുത്തോട്ടെ. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടും എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇത്രയും നാൾ കൊണ്ട് ഒരു 5 ഷോപ്പ് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ അത് ഷോപ്പും ഗ്രോത്ത് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ. അപൂർവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ആണ് തിരിച്ചു വന്ന് നമുക്കിങ്ങനെ നമ്മുടെ സ്വന്തം ഫാമിലി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതെനിക്ക് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യും. അപ്പൊ പ്രിയങ്ക ഇപ്പോ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് എത്ര വർഷമായിട്ട്? 5 വർഷമായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. 50 വർഷമായല്ലോ അല്ലെ? എന്താണ് നിങ്ങളുടെ ഇന്ത്യൻ ബേക്കറിയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകൾ? ക്വാളിറ്റി, ടേസ്റ്റ്, പിന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു റിലേഷൻ. അമ്മ അപ്പം ഉണ്ടാക്കി ഇച്ചിരി പഞ്ചസാര ഇട്ട് തന്നെ തരികയും, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോർ മെമ്മറി. പക്ഷെ ഞങ്ങളുടെ ആ സാക്രിഫൈസും കൂടെ ആലോ ഇന്ന് ഇതൊരു ഇന്ത്യൻ ബേക്കറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഞങ്ങൾ sacrifice റീബ്രാൻഡ് കൂടിയാണ്. ചെയ്ത് IB ഇന്ത്യൻ ബേക്കറി എന്നായി. അപ്പൊ പിന്നെ അതിനകത്തുള്ള ഗ്രോത്തിന് ഞങ്ങളുടെ നിങ്ങൾ മൂന്ന് ഇൻവെസ്റ്റ്മെന്റ് മക്കളുടെ അല്ല, സാക്രിഫൈസും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കാരണം നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അമ്മ ആ ബാല്യം കൂടിയാണ് ഇന്ത്യൻ ബേക്കറി എന്ന് പറയുന്നത്. അതാണ് ഒരു സംരംഭം എന്ന് പറയുന്നത് അല്ലെ? നിരവധി സംരംഭത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതകളും ഇത് കാണുന്നുണ്ട്. അവരോടൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? വനിത എന്നത് തന്നെ ഒത്തിരി റിസോഴ്സസ് പേഴ്സൺസ് ആണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ദൈവം അവരെ സൃഷ്ടിച്ചേക്കണത് തന്നെ. അപ്പോൾ ആഗ്രഹമുള്ളവർ ആ സമയത്ത് അത് ചെയ്തിരിക്കണം. പിന്നെ ചിന്തിച്ചിട്ട് നടന്നെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ 3 പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ബേക്കറി വേറൊരു ലെവലിലേക്ക് പോകും. നിരവധി വനിതാ സംരംഭകർ വിജയിച്ച നാടൊന്നുമല്ല നമ്മുടേത്. എന്നാൽ കുറച്ചധികം പേർ സംരംഭത്തിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. സ്ത്രീകൾ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചാലഞ്ചസ് ഉണ്ട്, എന്നാൽ പൊരുതിയാൽ വിജയിക്കുകയും ചെയ്യാം. തൊടുപുഴ എന്ന നാട്ടിൽ ഇന്ത്യൻ ബേക്കറി അറിയാത്തവർ ആരും ഉണ്ടാവില്ല. സ്വന്തമായൊരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ച് നീണ്ട വലിയൊരു കാലയളവിൽ അത് പടുത്തുയർത്തി സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് എനിക്ക് വളരെ സൗഹൃദം തോന്നിയിട്ടുള്ള ഒരു സംരംഭകയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും എന്നോടൊപ്പം ഉണ്ട്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. 3 വനിതാ സംരംഭകരാണ്. ഒരു വനിതാ സംരംഭയും അദ്ദേഹത്തിൻ്റെ മക്കൾ ഇടത്തും വലത്തുമായി എന്നോടൊപ്പം ഉണ്ട്. ഷിബ മാഡം, പ്രിയങ്ക, എലിസബത്ത്, 3 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. നിങ്ങളുടെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ തന്നെ തുടങ്ങാം, സീനിയർ അല്ലേ അല്ലേ? ഷിബ മാഡത്തിൻ്റെ നാട് എവിടെയാണ്? ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം വരാപ്പുഴയാണ്. അതിനുശേഷം വിവാഹം ചെയ്തിരിക്കുന്നത് തൊടുപുഴയാണ്. താങ്കൾ പഠിച്ചതൊക്കെ അപ്പോൾ അവിടെ തന്നെ വരാപ്പുഴയിലായിരുന്നു? വരാപ്പുഴയിലായിരുന്നു. എന്തായിരുന്നു പഠനം? 10ാം ക്ലാസ് വരെ പഠിച്ചത് കൂന്മാവിലാണ്. അതിനുശേഷം ആലുവ സെൻറ്റ് സേവിയർസിലായിരുന്നു പ്രീ ഡിഗ്രി, ഡിഗ്രി ഫസ്റ്റ് ഇയറും. പിന്നെ വിവാഹത്തിന് ശേഷം തൊടുപുഴ ന്യൂമാനിൽ ചെന്ന് ചേർന്നു. അവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പ്രീ ഡിഗ്രി ശേഷം വിവാഹമായിരുന്നു? പ്രീ ഡിഗ്രി ഇമ്മീഡിയറ്റ്ലി ആയിരുന്നു? അത് ശരി. അത് കഴിഞ്ഞിട്ട് തൊടുപുഴയിലേക്ക് ഓക്കെ മാറുകയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഡിഗ്രി എടുക്കുകയും ചെയ്തു. ഡിഗ്രി എടുത്തു. പഠിക്കാൻ പിടിക്കുകയായിരുന്നു? പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു. ഡിസ്റ്റിങ്ഷനോട് കൂടിയൊക്കെയാണ് പാസ്സായത് അല്ലേ? അതെ. അതിൻ്റെ ഇടയ്ക്ക് മോളും ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഞാൻ മോളിലേക്ക് തന്നെ വരാം. പ്രിയങ്ക മൂത്താളാണോ? അതെ, എൻ്റെ താഴെ ഒരു ഞങ്ങൾ 3 പേരാണ്. നടുക്ക് അന്ന എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ട്, ആള് ഓസ്ട്രേലിയയിലാണ്. ഓക്കെ. ഞാൻ പ്രിയങ്കയുടെ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഒരു ബേസിക്കലി ഹോസ്റ്റലായിരുന്നു. 4 തൊട്ട് എൻ്റെ കല്യാണത്തിന് തലേദിവസം വരെ ഞാനൊരു ഹോസ്റ്റലറായിട്ട് തന്നെയാണ്. പിന്നെ ഡിഗ്രിയൊക്കെ? ഡിഗ്രി ഞാൻ ചെയ്തത് BSc നഴ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് MSc നഴ്സിംഗ് എടുത്തു. പിന്നെ ഞാൻ MSc സൈക്കോളജി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ താങ്കൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണോ വിവാഹം കഴിഞ്ഞത്? അതെ. ഹസ്ബൻഡും ബിസിനസ്സിൽ തന്നെയാണ് ആള്. ഞാൻ എലിസബത്തിലേക്ക് വരാം. താങ്കളാണ് ഏറ്റവും ഇളയത് ഈ തലമുറയിൽ അല്ലേ? ഓക്കെ. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ നാട്ടിൽ തന്നെ പഠിച്ച സ്കൂളിങ് തൊടുപുഴയിൽ ദ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞ് അവിടെ പഠിച്ച. എൻ്റെ 12th വരെ കംപ്ലീറ്റ് അവിടെയായിരുന്നു. പിന്നെ ഞാൻ എൻജിനീയറിംഗ് ആണ്, മെക്കാനിക്കലാണ് ഓപ്റ്റ് ചെയ്തത്. അത് ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റിലാണ് ചെയ്തത്. അവരുടെ എൻജിനീയറിംഗിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കെങ്കേരി ക്യാമ്പസിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ തിരിച്ച് ഷീബ മാഡത്തിലേക്ക് വരാം. താങ്കൾ കല്യാണം കഴിച്ച് ചെല്ലുന്നത് ഒരു ബിസിനസ് ഫാമിലിയിലേക്കാണ്, തൊടുപുഴയിലല്ലേ? അവര് എന്ത് ബിസിനസ്സാണ് ചെയ്തിരുന്നത്? ബേക്കറി ബിസിനസ് ആയിരുന്നു. എന്തായിരുന്നു ആ ബ്രാൻഡിന്റെ പേര്? ഇന്ത്യൻ ബേക്കറി. അപ്പൊ അത് താങ്കളുടെ ഹസ്ബൻഡിന്റെ ആണോ അതോ
ഫാദർ ഇൻ ലോ സ്ഥാപിച്ചതായിരുന്നു ഏത് വർഷം? 1975. 75 അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഓക്കെ. ഇന്ത്യൻ അപ്പൊ അന്ന് എന്താണത്? ബോർമയാണോ? എന്താണത്? ബോർമ ഉണ്ടായിരുന്നു, സ്വന്തം പ്രൊഡക്ഷൻ ആയിരുന്നു. ബേക്കറി അപ്പോ ഒരു ഷോപ്പാണ്, എങ്ങനെയാണത്? അന്ന് ഒരു ഷോപ്പ് കഴിഞ്ഞ് 2-3 ഷോപ്പ് അപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ടൗണിൻ്റെ ഓരോ വികസനം വരുമ്പോൾ, ഓരോ സ്ഥലത്തിൻ്റെ മാറ്റങ്ങൾ വരുമ്പം 1-2 ഷോപ്പുകൾ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ താങ്കൾ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആ ഇന്ത്യൻ ബേക്കറി നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരുന്നത്? നല്ല രീതിയിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ചേച്ചൻ ഒരു വലിയ ഫാക്ടറിയൊക്കെ പണിതു. അന്നേരം അന്നത്തെ വ്യവസ്ഥിതികളുടെ എല്ലാം പ്രശ്നം കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു SD സിസ്റ്റേഴ്സിന്, ചുണങ്ങവേലി സിസ്റ്റേഴ്സ്, അവർക്ക് അത് ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുക ചെയ്തു. ഗിഫ്റ്റായിട്ട് കൊടുത്തു കളഞ്ഞു. ഫ്രീ ഗിഫ്റ്റായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് നടത്താൻ ഒരു താല്പര്യമില്ലായിരുന്നു. അത് 80 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഒരു മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടറി ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ കുടുംബം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ ജീവിച്ചിരുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഇടയ്ക്കൊക്കെ ചെറിയൊരു ക്രൈസിസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെയാണ് താങ്കൾ ഒരു സംരംഭകയാവാൻ തീരുമാനിക്കുന്നത്. എന്തായിരുന്നു ആ തീരുമാനം? ആ തീരുമാനം നല്ലതായിരുന്നു തന്നെയാണ് ഇപ്പോഴും ഓർക്കുന്നത്. അത്യാവശ്യം സ്ട്രഗിളൊക്കെ ഉണ്ടായാലും അത് ഈ വരെ എത്തിക്കാൻ എനിക്ക് സാധിച്ചായിരുന്നു. എങ്ങനെയാണ് അത്? ആരോടാണ് പോയി ഇത് ചോദിക്കുന്നത്? ഞാൻ ഫാദറിനോടാ ചോദിക്കണം, ഞാൻ തന്നെ അതൊന്ന് ഏറ്റെടുത്തോട്ടെ. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടും എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അത് കല്യാണം കഴിഞ്ഞപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ്? 2 വർഷം 2 വർഷം. അപ്പൊ ആ 2 വർഷത്തിനിടയിലാണ് മോളുണ്ടായിരുന്നു. മോളുണ്ടായി. ആ സമയത്ത് പ്രശ്നങ്ങൾ തുടങ്ങി അവിടെ. ആ സമയത്ത് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞു സിസ്റ്റേഴ്സിനെ. 87 ഏൽപ്പിച്ചു. 87 ഏൽപ്പിച്ചു. താങ്കൾ അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞാനിത് നടത്തിക്കോട്ടെ എന്ന്. ഷോപ്പ് നടത്തിക്കോട്ടെ എന്ന്. നമ്മള് സിസ്റ്റർമാർ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ അത് വന്നപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ യൂണിക്ക് പ്രോഡക്റ്റ്സ് വേണം. അങ്ങനെ അന്ന് ആ ബോർമയിൽ അവര് ഉണ്ടാക്കി തന്നിരുന്ന ബ്രെഡ് ആണോ? എന്താണ്? ബ്രെഡും കേക്കും എല്ലാം ഉണ്ട്. നന്നായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് നല്ലതായിരുന്നു. നല്ലതായിരുന്നു. എത്ര പ്രൊഡക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അന്ന്? അന്ന് ഒരു 3000 ബ്രെഡ് വരെയൊക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം 2-3 റൂട്ട് പിന്നീട് നമ്മൾ ഉണ്ടായിരുന്നു. വാങ്ങി വിൽക്കുക എന്നുള്ളത് ഫീസിബിൾ അല്ല. അല്ല, അപ്പൊ 7 കൊല്ലം കഴിഞ്ഞപ്പോ തോന്നി ഇത് എന്തെങ്കിലും അതെ, ചെയ്യണം. നമ്മുടേതായിട്ടുള്ള പ്രോഡക്റ്റ് വേണം നമുക്ക്. നമ്മുടെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് വരാത്തത് കൊണ്ട് തന്നെ പിന്നീട് അപ്പൊ എന്താ ചെയ്തേ? നമ്മൾ പഴയ ഫാക്ടറി ഉണ്ടായിരുന്നു, അതിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് അനുവാദം തന്നോ? അതിന് അനുവാദം തന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെയും പ്രോത്സാഹനം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ. അപ്പൊ അത് തുടങ്ങിയിട്ട് പിന്നെ എങ്ങനെ പോയത്? അത് വലിയ കുഴപ്പമില്ലാതെ പോയെന്നുള്ളൂ. ഒത്തിരി വലിയ ഗ്രോത്ത് ഒന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇത്രയും നാൾ കൊണ്ട് ഒരു 5 ഷോപ്പ് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ അത് ഷോപ്പും ഗ്രോത്ത് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ. താങ്കൾ ഒറ്റയ്ക്ക് പടുത്തുയർത്തിയ ഒരു സ്ഥാപനമാണ്. 5 ഷോപ്പ്. എവിടെയൊക്കെയാണത്? തൊടുപുഴയുടെ എല്ലാ മെയിൻ സെന്ററിലും ഉണ്ട്. കൂടാതെ മുട്ടം തൊടുപുഴ അടുത്തുള്ള ടൗണാണ്. പിന്നെ വേറെ എവിടെയൊക്കെയാണ്? കാഞ്ഞിരമറ്റം, അത് ഏറ്റവും പുതിയതായിട്ടുള്ള ഷോപ്പ്. വെങ്ങല്ലൂര്, ഗാന്ധി സ്ക്വയറിലാണ് നമ്മുടെ ആദ്യത്തെ ഷോപ്പ്. 5 സ്റ്റോറുകളുണ്ട്. താങ്കൾക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. അത് വളരെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം ഓട്ടോമേഷനും ഒക്കെ ചെയ്തതാണ്. എത്ര എംപ്ലോയീസ് ഉണ്ട് അവിടെ? ഒരു 37 എംപ്ലോയീസ് ഉണ്ട്. കടകളിലൊക്കെ ആയിട്ട്? എല്ലാം കൂടി ഒക്കെ അറൗണ്ട് ഒരു 100 പേഴ്സൺസ് ഉണ്ട്. അപ്പൊ ഷിബ മാഡം ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു സംരംഭമാണിത്. ശരിക്കും ഇടയ്ക്ക് വെച്ച് തുടങ്ങിയതാണ്. ശാസ്ത്രന തുടങ്ങിയത്, അത് ഞാൻ ടേക്കപ്പ് ചെയ്തു. അത് അദ്ദേഹം കൊടുത്ത സാധനം നമ്മൾ ഏറ്റെടുത്തു. പിന്നീട് അത് വളർത്തി 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമായി. അപ്പൊ അത് ചെറിയ കാര്യമല്ല. ഇന്ത്യൻ ബേക്കറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അല്ലേ? ആ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ പ്രിയങ്കയിലോട്ട് വരാം. പ്രിയങ്കയൊക്കെ മാരേജ് കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഇറങ്ങിയോ? എപ്പോഴാണ് ഇറങ്ങിയത്? ഞാൻ എൻ്റെ സെക്കൻഡ് ബേബി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ കടയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇതിലോട്ടൊരു പാഷനും ഉണ്ടായിരുന്നു. കൂടാതെ എനിക്ക് ഇത്രയും നാൾ നമ്മൾ കണ്ടു വളർന്നൊരു സ്ഥാപനം, അതിൽ അമ്മ ചെയ്തു വരുന്ന ഈ ഒരു ഇത് കണ്ടു വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ബിസിനസ്സിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ അതിനോട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. പൊതുവേ നമ്മൾ മാരേജ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഹസ്ബൻഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടാണ് സ്വന്തം അമ്മ തുടങ്ങിയ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ. അപ്പോൾ താങ്കളുടെ ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു.
പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ അപൂർവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ആണ് തിരിച്ച് വന്ന് നമുക്കിങ്ങനെ നമ്മുടെ സ്വന്തം ഫാമിലി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതെനിക്ക് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു. താങ്കളും ഹസ്ബൻഡൊക്കെ തൊടുപുഴ തന്നെയാണ്. തൊടുപുഴ തന്നെയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ആൾക്ക് ഹോട്ടലുണ്ട്, ഹോട്ടൽ ബിസിനസ് ആണ്. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ പ്രിയങ്ക ഇപ്പോ ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് എത്ര വർഷമായിട്ട് ഉണ്ട്? 5 വർഷമായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, എലിസബത്തിനോട് വരാം. താങ്കൾ പഠനം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അമ്മയെ സഹായിക്കാൻ ഇറങ്ങിയോ? ഇറങ്ങി. എപ്പോഴാണ്? ഞാൻ കോളേജ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സ് എൻ്റെ പാഷൻ തന്നെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ ലാസ്റ്റ് ഒരു 3-4 മന്ത്സ് ആയിട്ട് ഞാനൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ബിസിനസ്സിൽ ഇപ്പോൾ ഉണ്ട്. ഒരു നമ്മൾ എല്ലാപ്പോഴും ഒരു നമ്മുടെ ലൈഫ് ലോങ് ഇതൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ലേണിംഗ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഇത് കണ്ട് വളർന്നു. പിന്നെ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. പിന്നെ ഒരു ഇൻഹൗസ് MBA ഇതിന് ബേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 3 മന്ത്സ് എന്ന് പറയുമ്പം ഈ 3 മന്ത്സിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അമ്മയുടെ കൂടെ ഉണ്ട്, ഉണ്ട്. വലം കൈ ഇടം കൈ ആയിട്ട് തന്നെ. ഞാൻ ശിവ മാഡത്തിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു പ്രോസസ്സിൽ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഫിനാൻഷ്യലി പക്ഷെ ഒരിക്കലും താങ്കൾക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല ഇല്ല. ഈ തൊടുപുഴയിൽ വന്നാൽ ഷീബ മാഡത്തിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു എല്ലാവർക്കും വ്യക്തിത്വമാണ്. അറിയാം. ഇപ്പൊ 4th ജനറേഷനിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ്. 50 വർഷമായല്ലോ അല്ലെ? എന്താണ് നിങ്ങളുടെ ഇന്ത്യൻ ബേക്കറിയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകൾ? ക്വാളിറ്റി, ടേസ്റ്റ്, പിന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു റിലേഷൻ, അത് വലിയൊരു കാര്യമാണ്. താങ്കൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് അല്ലേ? അതെ. കാരണം ഞാൻ എൻ്റെ ഈഗിളിന്റെ വേദിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ എനിക്കറിയാം താങ്കൾ വെളുപ്പിനെ എഴുന്നേറ്റ് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓടി ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്? എന്താ ഈ പഠിക്കാനുള്ള ഒരു ആഗ്രഹം? പഠിക്കാൻ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുന്ന അറിയാം. പിന്നെ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ, അതിനെല്ലാം സർവൈവ് ചെയ്യണമെങ്കിൽ പഠനം, ഒരു തുടർ പഠനം ആവശ്യമാണ്. താങ്കളൊരു കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നതിനോടൊപ്പം ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തത്. പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്, ആമക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഒരു വിശ്രമകാലം എന്നൊക്കെ പറയും. പെൺമക്കളാണ് നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ വേറൊരു ഫാമിലിയിലേക്ക് കൊടുക്കേണ്ടതാണ്. മക്കൾ 2 പേരും കൂടെ ഉണ്ട്. അതൊരു സ്ട്രെങ്ത് ആയോ? അത് വലിയൊരു സ്ട്രെങ്ത് ആണ്. ഇനി അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അവർ എന്നെക്കാളും ഒരു 50 മടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഉണ്ട്. അല്ലേ? ഞാൻ തിരിച്ച് പ്രിയങ്കയിലേക്ക് വരാം. അമ്മയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരു മകള് എങ്ങനെയാണ് ചെറുപ്പം തൊട്ട് അമ്മയെ കണ്ടിട്ടുള്ളത്? അമ്മയുടെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ 5 മണി തൊട്ട് രാത്രി 10 മണി വരെ ആള് ഒരു ബിസിനസ്സിലോട്ട് തന്നെ ആൾ ആ സമയം ആളുടെ മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ടും ഭയങ്കര പാഷനേറ്റ് ആയിട്ടും ഹാർഡ് വർക്കിംഗ് ആയിട്ടും ബിസിനസ്സിനെ നോക്കി കാണുകയും അതിനോടൊപ്പം തന്നെ എന്ത് മാറ്റം ഈ ഒരു മേഖലയിൽ വന്നാലും ആൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആണ്. എന്ത് ചേഞ്ചസ് വേണ്ടി വന്നാലും അതിന് വേണ്ടിയിട്ടുള്ള എത്ര ഹാർഡ്ഷിപ്പ് എടുക്കേണ്ടി വന്നാലും അതെടുത്ത് ആ ചേഞ്ചസ് വരുത്തി നമ്മുടെ പ്രൊഡക്റ്റിലും മറ്റ് എന്തിലാണോ അത് വേണ്ടത് അതൊക്കെ ആള് കറക്റ്റായിട്ട് ചെയ്ത് ഇത്രയും നാളും കൊണ്ട് നടക്കാനുള്ള ഒരു പെർസിവറൻസ് ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ അത്രയും ആള് കോണ്ടാക്ട്സ്, അത്രയും ആൾക്കാരുമായിട്ടുള്ള ബന്ധവും അതൊക്കെ നമ്മൾ നോക്കി കാണുന്നു. കാരണം അമ്മ എങ്ങനെ ആൾക്കാരുമായിട്ട് ബന്ധം നിലനിർത്തുന്നു, എത്ര പേരെ അടുത്ത് വന്ന് അമ്മയുടെ എത്ര സ്നേഹത്തോടെയുള്ളൊരു ജസ്റ്റ് ബിസിനസ് റിലേഷൻ അല്ലാണ്ടുള്ളൊരു സ്നേഹത്തോടെയുള്ളൊരു കോണ്ടാക്ട്. പ്രിയങ്കയൊക്കെ വളരെ ചെറുപ്രായം തൊട്ട് തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മദറിനെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ? അതെ അതെ എനിക്കൊന്ന് ബോർഡിങ്ങിലൊക്കെയാണ് നിന്ന് പഠിച്ചത്. അതെ. ഞാൻ തമാശക്ക് പറയും, നമ്മൾ എന്നെ 4ാം ക്ലാസ്സിൽ ഹോസ്റ്റലിൽ ചേർത്തിട്ട് കല്യാണത്തിന്റെ തലേദിവസം വരെ ഞാനൊരു ഹോസ്റ്റലറാണ് എന്ന് പറഞ്ഞ അമ്മയുടെ ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട്. അമ്മയെ കാണാൻ കിട്ടുന്നില്ല എന്നല്ലേ? അതെ അതെ ബിസിനസ് 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 അതെ അതെ പിടിച്ച ആളാണ്. അതെ. ഞാൻ നേരെ ഇദ്ദേഹത്തിലോട്ട് വരാം. റിസബത്തിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അമ്മയെ കണ്ടിട്ടുള്ള ക്വാളിറ്റി എന്താണ്? ആൾക്ക് നല്ല എനർജിയാണ്. അത് ഡ്രെയിൻ ഔട്ട് ആവാറില്ല ആളുടെ കയ്യിൽ നിന്ന്. എനിക്ക് തോന്നുന്നു രാവിലെ 5 തൊട്ട് 9 വരെ ആളുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഹൈക്കിൽ തന്നെയാണ്. ആ 9 ആവുമ്പോഴേ സ്വിച്ച് ഓഫ് ആവാറുള്ളൂ. അത് തന്നെ ഒരു വലിയ ക്വാളിറ്റി, അല്ലെങ്കിൽ അതൊരു വലിയ സ്ട്രെങ്ത് ആളുടെ. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ആൾക്ക് എന്ത് പറ്റിയാലും ആള് ഫോർവേഡ് പോവും. ഇനിയിപ്പോൾ ആരില്ലെങ്കിലും ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ആൾക്കറിയാം ആളാണ് ആ സ്ട്രോങ്ങസ്റ്റ് പില്ലർ. അപ്പം ആളത് വിശ്വസിക്കുന്നുണ്ട്. അതാണ് ആളുടെ സ്ട്രെങ്ത്തും.
വേറെ എന്തിനേക്കാളും. താങ്കളും ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ പഠിച്ചത് അമ്മ കൊണ്ടേയാക്കുക തിരിച്ചു കൊണ്ടുവരിക ഇതൊന്നും കണ്ടിട്ടില്ല. ഇല്ല. ഈവൻ എന്നെ അമ്മയുടെ ഏറ്റവും എളുപ്പത്തിന് വേണ്ടി ചേർത്തതാണ് നമ്മള്. ഒരു എന്താ എല്ലാം അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് തരുന്ന, ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു റെസിഡൻഷ്യലായിട്ട് നമുക്ക് അവിടെ നിൽക്കാനും പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഒരു അതെ, സ്കൂളില് ആ അമ്മ സ്കൂള് അതൊരു കാൽക്കുലേറ്റീവ് ആയിട്ട് ഒന്നാമത്തെ കാര്യം അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ തന്നെ നല്ല പ്ലാനിങ് ഉള്ള ആളാണ്. അതെ. ടൈം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വേറെ ഒന്നിലും ഡീവിയേറ്റ് ആവാതിരിക്കാൻ. പക്ഷെ അപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങൾ മൂവ് ചെയ്യണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ ഇൻഡിപെൻഡന്റ് ആക്കി എന്നുള്ളതാണ് സത്യം. ഒബ്വിയസ്ലി നമ്മള് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും ഇതിനൊന്നും ഇല്ല. ഞാൻ ചെറുപ്പങ്ങളിൽ ഓർക്കുന്നുണ്ട് ചില സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എന്റെ ചേച്ചി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കോർ മെമ്മറി അതാണ്. അല്ലെങ്കിൽ നമ്മള് ഫുഡ് അവിടെ വീട്ടിലുള്ളത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു അപ്പം ത്തിന് മാവ് അവിടെ ഒരു ചേച്ചി ഉണ്ടാക്കി വെക്കും. അപ്പൊ രാത്രി അമ്മ വരാൻ വെയിറ്റ് ചെയ്യും. നമ്മുടെ ആ കോർ മെമ്മറി ഏറ്റവും അമ്മയുടെ കൂടെ ഉള്ളത് ആ രാത്രി അമ്മ അപ്പം ഉണ്ടാക്കി ഇച്ചിരി പഞ്ചസാര ഇട്ട് തന്നെ തരിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോർ മെമ്മറി. പക്ഷെ ഞങ്ങളുടെ ആ സാക്രിഫൈസും കൂടെ ഇന്ന് ഇതൊരു ഇന്ത്യൻ ബേക്കറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഞങ്ങൾ സാക്രിഫൈസ് റീബ്രാൻഡ് കൂടിയാണ്. ചെയ്ത് IB ഇന്ത്യൻ ബേക്കറി ആയി. അപ്പൊ പിന്നെ അതിനകത്തുള്ള ഗ്രോത്തിന് ഞങ്ങളുടെ നിങ്ങൾ 3 ഇൻവെസ്റ്റ്മെന്റ് അല്ല മക്കളുടെ അത്. സാക്രിഫൈസും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അത്. കാരണം നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അമ്മ ആ ബാല്യം കൂടിയാണ് ഇന്ത്യൻ ബേക്കറി എന്ന് പറയുന്നത്. അതാണ് ഒരു സംരംഭം എന്ന് പറയുന്നത് അല്ലേ? ഞാൻ നിങ്ങൾ രണ്ടുപേർ യെസ് ഞാൻ ആ ബാല്യം നഷ്ടപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് അതിന്റെ ഫ്ലോയിൽ തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പോയി. ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം എൻജോയ് ചെയ്ത് തന്നെയാ അമ്മയുമായി പോയത്. ചിലപ്പോൾ കുറേ സമയം ചിലവഴിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ഐഡിയൽ മദർ അല്ല. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സോ ഇടാൻ പറ്റിയ എല്ലാം ഇന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയൽ ഫിഗർ അല്ലാത്തോണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും എളിമയുള്ള ഒരു വ്യക്തികളിൽ ഒരാൾ നിങ്ങളുടെ അമ്മയാണ്. അതെ. വളരെ ഹമ്പിൾ ഡൗൺ ടു എർത്തും സംസാര രീതിയും. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് മറുത്തൊരാൾക്കും ഒന്നും പറയാൻ തോന്നില്ല. കാരണം വളരെ അദ്ദേഹത്തിന്റെ സംസാര രീതി അതെ, അതായിട്ടാണ് അതെ, എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ കണ്ടത്. ശിവ മാഡം ഇപ്പോൾ മക്കളും ഒക്കെ ബിസിനസ്സിലേക്ക് വന്നു. ഇതൊരു വളർത്തണം, ഇനി അടുത്ത ലെവലിലേക്ക് എത്തിക്കണ്ടേ? എന്താണ് മനസ്സിലുള്ള ആഗ്രഹം? അടുത്ത ലെവലിൽ കൂടുതൽ ഷോപ്സ് തുടങ്ങണം. പിന്നെ ഷോപ്സ് എത്തിക്കാൻ പറ്റാത്തത് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കണം. പിന്നെ എക്സ്പോർട്ടിങ് നന്നായി പോകുന്നുണ്ട്. അത് നമ്മുടെ ഓൺ ബ്രാൻഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഞാനിങ്ങനെ പിള്ളേർക്ക് സമയം കൊടുത്തില്ലെങ്കിലും ഒരു കലാപരമായിട്ട് എല്ലാത്തിലും ഇവർ മുൻപന്തിയിലുണ്ട്. ഡാൻസ് കോമ്പറ്റീഷന് പോയാലോ ഗിറ്റാറ് അതെല്ലാത്തിനും ചിലപ്പോൾ എനിക്ക് പോയി കാണാൻ പറ്റില്ലെങ്കിലും ഫസ്റ്റൊക്കെ അടിക്കണവരെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്കളും ആ കലകളിലൊക്കെ മികവ് പുലർത്തിയിട്ടുണ്ട്. പ്രസംഗ മത്സരത്തിലും ഒക്കെ ഡാൻസ് അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊന്നും മക്കൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ഇന്ത്യൻ ബേക്കറി വളരണം. അതെ. അതിന് ഇപ്പൊ നിങ്ങൾ പുതിയ തലമുറ വന്നു കഴിഞ്ഞു. എന്താണ് സ്വപ്നങ്ങൾ? നമ്മുടെ ബ്രാൻഡിൽ കുറേ ഷോപ്പുകൾ നമുക്കിനി പുതുതായിട്ട് കൊണ്ടുവരണം. നമ്മൾ ഓൾറെഡി ഒരു നാലിടങ്ങളിലായിട്ട് നമ്മൾ അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ പേരിൽ കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സ്, കുറച്ചും കൂടെ കൂടുതൽ ന്യൂ പ്രൊഡക്ട്സ് കൊണ്ടുവരണം. പിന്നെ നമ്മുടെ മറ്റേ എക്സ്പാൻഷനിൽ നമ്മുടെ എക്സ്പോർട്ടിങ്ങിലോട്ടുള്ള ഒരു ഇത് എടുക്കണം. എലിസബത്ത്, പുതിയ ജനറേഷൻ നമ്മുടെ ജെൻസിയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. എന്താണ് ഇന്ത്യൻ ബേക്കറിയെ കുറിച്ചിട്ടുള്ള മോഹങ്ങൾ? ഈ ബ്രാൻഡിന് ഒരു ഫേസ് വേണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അറിയുന്ന പല പേരുകളും പല ആൾക്കാരും വെച്ചിട്ട് തന്നെയാണ് ആ ബ്രാൻഡിനെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ആ വ്യക്തിനെയും കൂടെ ചിന്തിക്കുന്നുണ്ട്. നാളെ ഒരു ദിവസം ഇത് എൻ്റെ അമ്മയുടെ വിഷൻ ആയതുകൊണ്ട് തന്നെ ആ ബ്രാൻഡ് IB ഇന്ത്യൻ ബേക്കറി എന്ന് പറഞ്ഞ ബ്രാൻഡ് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മേനെയും അതിനൊപ്പം തന്നെ ഇതിന് ഇനിയും എക്സ്പാൻഷൻ പോസിബിൾ ആന്ന് നാട്ടുകാരെ വിശ്വസിച്ച 3 മക്കളെയും കൂടെ അവർ ചിന്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഇന്നും ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടേ, നമുക്ക് നമ്മുടെ ഓഫീസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ പേര്, നമ്മുടെ സ്വന്തം എലിസബത്ത് ടോമി ഭർത്താക്കിന്റെ പേരല്ലാണ്ട് എന്നാണോ ആ ഓഫീസിൽ നമ്മുടെ പേര് തന്നെ ആയിരിക്കും. കാരണം ഇന്നും ഞങ്ങൾ ആ വീട്ടിൽ തന്നെ ഞങ്ങളെ കെട്ടിച്ച് വിടുകയല്ല, കെട്ടിച്ച് നമ്മളെ കൂട്ടി നിർത്തുക ചെയ്തത്. സ്ട്രെങ്ത് ആയിട്ട് പില്ലറായിട്ട് ഈ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു ഫോർവേഡ് ആ ബ്രാൻഡ് പോവാന്ന് എല്ലാവരുടെയും കൺസേൺ. ആ ഒരു കൺസേൺ ഉണ്ടാവാതെ ഇത് നിലനിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ശിവമാഡത്തിലേക്ക് തിരിച്ചു വരാം. താങ്കളുടെ ഈ വളർച്ചയുടെ പിന്നിൽ താങ്കളുടെ അധ്വാനത്തിനോടൊപ്പം തന്നെ പലരുടെയും സപ്പോർട്ടും കിട്ടിയിട്ടില്ലേ? ഒത്തിരി പേര് സപ്പോർട്ട്, ഒത്തിരി സ്റ്റാഫുകൾ, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. ഒരു 30-40 ഇയേഴ്സ് മുതലുള്ള സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഉണ്ട്.
ബീന തോമസ് എന്നുള്ളവരുണ്ട്. ഇപ്പം നമുക്ക് നല്ലൊരു അക്കൗണ്ടൻ്റ് ഉമ്മർക്ക ഉണ്ട്. പിന്നെ ഫാക്ടറിയിലാണ് ജോയി. ഒത്തിരി പേര് അങ്ങനെ നമ്മുടെ സ്ട്രോങ് ആയിട്ട് നമ്മളിവിടെ ഉള്ള ഒത്തിരി പേരുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ടുള്ളവർ നമ്മളിവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടത്തിലും പിന്നിൽ നിന്നൊരു ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് ഭയങ്കര പോസിറ്റീവ്. ഏത് മിഷനറിനെ കുറിച്ച് ചോദിച്ചാലും മെക്കനൈസ് ആയിട്ടുള്ള എല്ലാ കാര്യവും ഹസ്ബൻഡാണ് ചെയ്തു തരുന്നത്. സാധാരണ പ്രിയങ്കയുടെ തന്നെ ചോദ്യം, വനിതകൾ നമ്മുടെ അധികം സംരംഭങ്ങളിലേക്ക് ഇറങ്ങി കണ്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ ഒരു റോൾ മോഡൽ തീർച്ചയായിട്ടും അമ്മ തന്നെ ആയിരിക്കും അതെ. അല്ലേ? വീട്ടിൽ വേണമെങ്കിൽ ഭർത്താവിന് ബിസിനസ് ഉണ്ട്, നമുക്ക് ഒതുങ്ങി പോകാമായിരുന്നു. നിരവധി നമ്മുടെ സമൂഹത്തിൽ നിരവധി പേർ അടുക്കളയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അതെ. പറയാൻ കുറേയധികം എക്സ്ക്യൂസുകളുണ്ട് അവർക്ക്. അതെ. തുടക്കത്തിൽ അവർ പറയും പഠിക്കുകയാണെന്ന്, പിന്നീട് പറയും കല്യാണം കഴിഞ്ഞെന്ന്, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും കൊച്ചായി എന്ന്, പിന്നെ പറയും കൊച്ചിനെ പഠിപ്പിക്കാനുണ്ടെന്ന്. അതെ. എക്സ്ക്യൂസുകൾ, ഒരു നീണ്ട എക്സ്ക്യൂസുകളാണ് ഒന്നും ചെയ്യാതിരിക്കാനായിട്ട്. അതെ. പക്ഷെ താങ്കൾ അതിന് വിഭിന്നമായിട്ട് താങ്കൾക്ക് 2 കുട്ടികളായതിനു ശേഷമാണ് അമ്മ തുടങ്ങിയ ബിസിനസ്സിലേക്ക് തിരിച്ചു പോയത്. ഈ വനിതകൾ നിരവധി പേരുണ്ട്. അവർ സംരംഭം തുടങ്ങാനിരിക്കുന്നവരും ഇതിലേക്ക് ഇറങ്ങാനിരിക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് അവർ കൊടുക്കാനുള്ള മെസ്സേജ്? ഇപ്പം ഈ കുട്ടികളാകും അവർക്കെല്ലാവർക്കും നമുക്ക് സ്പേസും ടൈമും ഒക്കെ കൊടുക്കാനുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിഞ്ഞ് നമ്മളിലോട്ട് നോക്കുന്നത്. അപ്പം നമുക്ക് പിന്നീട് ഒരു നഷ്ടം ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്കൊരു സ്പേസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആ ഒരു നമ്മളത് ഒരിക്കലും മറന്നു കളയരുത്. കാരണം എന്ന് വെച്ചാൽ പിന്നീട് ആലോചിക്കുമ്പോൾ ഈ സമയവും ഈ പ്രായവും ഒന്നും നമുക്കുണ്ടാവില്ല. നമുക്ക് പിന്നീടൊന്നും നേടാനുണ്ടാവില്ല. അപ്പം അന്ന് ഇരുന്ന് ആലോചിക്കുമ്പം നമ്മളെക്കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനം തോന്നണം. ആ ഒരു രീതിയിൽ ജീവിക്കണം, ആ ഒരു രീതിയിൽ നമുക്ക് നേടണം. കാരണം നമുക്കുള്ള കഴിവുകൾ നമ്മൾ അത് ഉപയോഗിക്കാതെ പോകുന്ന അമ്മ എപ്പോഴും പറഞ്ഞിരുന്നത് നമുക്ക് തന്ന ടാലൻറ്റ് അല്ലെങ്കിൽ അത് നമ്മൾ അതിനെ മൾട്ടിപ്പിൾ ചെയ്ത് നമ്മൾ ജീവിക്കണം എന്ന് എപ്പോഴും പറയും. അപ്പം അത് അമ്മ തന്നെയാണ് അതിനുള്ള ഇൻസ്പിറേഷൻ. അപ്പോൾ ഞാനും അതെൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം എനിക്ക് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്തു. താങ്കൾക്കും പുതിയ ജനറേഷനാണ്, പല ഓപ്ഷൻസും മുന്നിലുണ്ട്. എങ്ങോട്ട് വേണമെങ്കിൽ തിരിയാം, പാഷൻ അതിനോട് തിരിയാം. പക്ഷേ തിരിച്ച് ഇതിലേക്ക് തന്നെ വരാൻ തീരുമാനമെടുത്തു. പാഷൻ അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈഫാണ്. അമ്മ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇത് നേടിയെടുക്കണം. എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റുമെന്നും അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നും ഒരു വിശ്വാസമുള്ള ഒരാളാണ്. ഇതിന്റെ ഗ്രോത്തും വളരെയധികം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്. ആ ചൈൽഡ്ഹുഡ് അവിടെ നിലനിൽക്കണമെങ്കിൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവണം. അപ്പം അത് ഒബ്വിയസ്ലി ഇതിനോട്ട് തിരിച്ച് എന്തായാലും വരുമ്പോഴും ഇതിലൂടെ തിരിച്ച് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നും. നിരവധി വനിതകൾ ഈ സംരംഭം തുടങ്ങാനിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന അവരോടൊക്കെ ഒരു ന്യൂജൻ എന്ന നിലയ്ക്ക്, ജെൻസി എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിരവധി പേര് ആഗ്രഹിക്കുന്നവര് കൂടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു കോവിഡ് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു നിരവധി പേര് ഇതിലോട്ട് വന്നു. ഒത്തിരി പേര് അവരുടെ വീട്ടിലായിക്കോട്ടെ അവരൊരു ബേക്കിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹോം ബേക്കർ എങ്കിലും ആയി മാറിയിട്ടുണ്ട്. ഫുഡ് ഇൻഡസ്ട്രിയിലോട്ട് വന്നവര് ഒരു എണ്ണം എടുത്താൽ തന്നെ അതിന്റെ ഒരു ഹൈക്ക് വേറെ ആയിരിക്കും. അതുപോലെ തന്നെ പലത് നമ്മൾ ഓൺലൈൻ ബിസിനസ്സുകൾ. അപ്പം ഇന്ന് ആ മോട്ടിവേഷൻ എല്ലായിടത്തും ഉണ്ട്. ആ മോട്ടിവേഷൻ ഇന്ന് ബുക്ക് ഒന്ന് വായിച്ചിട്ട് ഒരു ക്ലാസ് കൂടി മാത്രമല്ല, ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം തുറന്നാൽ പോലും ആ മോട്ടിവേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് പറയുന്നേക്കാളും ഉപരി അവരെല്ലാം മോട്ടിവേറ്റഡാ ഓൾറെഡി. അവരെല്ലാം എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു കിട്ടിയാൽ മതി, ആ പെർമിഷൻ പോലും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു ജനറേഷൻ അവർക്ക് അറിയാം അവർക്ക് എന്താ വേണ്ട. ഡെഫിനറ്റ് ആയിട്ട് അവരുടെ ഒരു പ്രോപ്പർ വിഷൻ ഉണ്ട്. പെർമിഷൻ എന്ന് പറയുന്നത് പെർമിഷൻ വേണമായിരുന്നു. നിങ്ങളുടെ തലമുറയ്ക്ക് അതുപോലും വേണ്ട, അതിന്റെ ആവശ്യമില്ല. കാരണം അവർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാം അവർക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പം ഒരു മോട്ടിവേഷനിലുപരി അവർക്കൊരു വിഷസ് ആണ് എനിക്ക് കൊടുക്കാൻ പറ്റുക. ഞാൻ മാഡത്തിലേക്ക് തന്നെ വരാം. ശിവ മാഡം, താങ്കള് കഠിനാധ്വാനം കൊണ്ടിട്ടാണ് ഇവിടം വരെ ഇന്ത്യൻ ബേക്കറി എത്തിച്ചത്. ഒറ്റയ്ക്കായിരുന്നു, മക്കളൊക്കെ ഇപ്പോഴാണ് വന്നത്. നിരവധി വനിതാ സംരംഭകർ ഇത് കാണുന്നുണ്ട്. നിരവധി സംരംഭത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതകളും ഇത് കാണുന്നുണ്ട്. അവരോടൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? വനിതാ സംരംഭകരോട് പറയുകയാണെങ്കിൽ വനിത എന്നത് തന്നെ
ഒത്തിരി റിസോഴ്സസ് പേഴ്സൺസ് ആണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ദൈവം അവരെ സൃഷ്ടിച്ചേക്കണത് തന്നെ. അപ്പോൾ ആഗ്രഹമുള്ളവർ ആ സമയത്ത് അത് ചെയ്തിരിക്കണം. പിന്നെ ചിന്തിച്ചിട്ട് നടന്നെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാവരും അത് ഇത് വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നിരവധി ആൾക്കാർ ഈ മടി അല്ലെങ്കിൽ റെസ്ട്രിക്ഷനുമായിട്ട് ഇരിപ്പുണ്ട്. ഈ തലമുറയല്ല, അതിന് മുമ്പുള്ള തലമുറയുണ്ട്. നമുക്ക് ഇവരെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ കറക്റ്റാണ്. ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. പക്ഷെ താങ്കളെ പോലുള്ളവർ ഓരോ തടസ്സങ്ങൾ ഉണ്ടായിട്ടും പിൻവാങ്ങുകയല്ല ചെയ്തത്. അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? യു ആർ എ ഫൈറ്റർ. അന്ന് എൻ്റെ കണ്ണിലുള്ളത് പിള്ളേരായിരുന്നു. അത് ഭയങ്കര ഒരു എനർജിയാണ്. അതങ്ങനെ ആയതുകൊണ്ടാണ് ഇന്ന് ഈ പിള്ളേരെയൊക്കെ ഈ നിലയിൽ എനിക്ക് എത്തിക്കാൻ സാധിച്ചത്. 3 പേരെയും ഒരു നല്ല നിലയിൽ എത്തിച്ചു. 3 പേരും എനിക്ക് തോന്നുന്നു അന്നയും അന്നെ താങ്കളുടെ കൂടെ ബിസിനസ്സിലേക്ക് വരും എന്നുള്ള വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, അതെ. അല്ലേ? അപ്പൊ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറി ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? റെസ്റ്റ് എടുക്കണമെന്നില്ല, ഇവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഇവരെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഓ, അപ്പൊ ഇവർക്ക് കൈമാറണം. കൈമാറണം. താങ്കൾ കണ്ടിട്ടുള്ള ഈ മക്കളിലും ആ പാഷൻ ഉണ്ടോ? ഇവരെല്ലാവരും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവർ മുന്നോട്ട് കൊണ്ടുവന്നു. 3 പേർക്ക് 3 തരം ടാലൻസ് ആണ്. ഒരാളിലുള്ള കഴിവല്ല വേറൊരാളിൽ. അപ്പൊ അതുകൊണ്ട് ഈ 3 പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ബേക്കറി വേറൊരു ലെവലിലേക്ക് പോകും. ഉറപ്പാണ്. ഉറപ്പാണ്. നിങ്ങൾ കേട്ടു, ശിവ മാഡം എന്ന ഒരു വ്യക്തി ഇതൊരു 50 കൊല്ലമായ ബ്രാൻഡാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് മുന്നേ 38 വർഷം മുമ്പ് അദ്ദേഹം ഈ സംരംഭം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം നിരവധി ടെൻഷനുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അദ്ദേഹം നല്ലൊരു ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രതിസന്ധിയും തരണം ചെയ്താണ് അദ്ദേഹം ഈ സീറ്റിൽ വന്നിരിക്കുന്നത്. 5 ബേക്കറി തുടങ്ങുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന് പില്ലേഴ്സ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ 3 കുട്ടികൾ തന്നെയാണ്. അവരിനി അടുത്ത തലമുറ ആ ബ്രാൻഡിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഇനി വളർച്ച സ്പീഡിലായിരിക്കാം. അദ്ദേഹത്തിന് കരുത്തേകാൻ അദ്ദേഹത്തിൻ്റെ ഭർത്താവും കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു എംപ്ലോയി ഫോഴ്സും ഉണ്ട്, 100 പേരടങ്ങുന്ന. അതായിരിക്കാം ഇന്ത്യൻ ബേക്കറിയുടെ വളർച്ചയുടെ പിന്നിൽ. നമുക്ക് നമ്മുടെ നാട്ടിൽ നിരവധി വനിതാ സംരംഭകർ ഉണ്ടാവണം, നല്ല ബ്രാൻഡുകൾ ഉണ്ടാവണം. അത് വളർത്താൻ ഈ ഫാമിലി നമുക്ക് തരുന്നൊരു മെസ്സേജ്, നമുക്ക് ആൺമക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് കൈമാറാനാവൂ എന്നല്ല. പെൺമക്കളും ബിസിനസ് ചെയ്യാൻ കേപ്പബിളാണ്. അവർ ചിലപ്പോൾ ആൺകുട്ടികളെക്കാളും മിടുക്കന്മാരായിരിക്കാം. അവരെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. പെൺമക്കൾ മാത്രമുള്ളവർ എന്തുകൊണ്ട് അത് അവരെ ഏൽപ്പിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ത്യൻ ബേക്കറിയും ഈ 3 മക്കളെ ബിസിനസ് ഏൽപ്പിക്കാൻ ഷീബ മാഡം കാണിച്ച ധൈര്യവും. ഇത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. നിരവധി വനിതാ സംരംഭകർ വിജയിച്ചു കാണട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ശിവ മാഡം ഈഗിളിൻ്റെ വേദിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിതൊരു സ്പാർക്കുള്ള കഥയാണ്, നമുക്ക് ഈ വേദിയിൽ കാണണമെന്ന്. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മക്കളുമായിട്ടായിരിക്കും വരുന്നതെന്ന്. അത് ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞ പോലെ 2 പേരുടെ പെർസ്പെക്റ്റീവും കിട്ടി. അന്ന എന്ന് പറയുന്ന താങ്കളുടെ മകൾ കൂടി ഉണ്ടായിരുന്നു ഞാനെന്ന് അതിയായി ആഗ്രഹിച്ചു പോയിരുന്നു. താങ്കൾ വളരെ എളിമയുള്ള എന്നാൽ കഠിനാധ്വാനിയാണ്. താങ്കൾ ചെയ്ത കാര്യങ്ങൾ ഓരോന്നിനും ഓരോ കാലഘട്ടത്തിൽ അതിൻ്റേതായ അർത്ഥങ്ങളുണ്ടായിരുന്നു. മക്കളെ പഠനത്തിന് അവരെ ഫ്രീഡം കൊടുത്ത് അവരെ നേരെ പഠിക്കാൻ വിട്ടു. പക്ഷേ ബിസിനസ്സിൽ ശ്രീ കൊച്ചൗസി ചിറ്റപ്പള്ളി സാറ് ഒരു വേദിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബിസിനസ് തുടങ്ങുന്നവർക്ക് തുടക്കകാലത്ത് 3 പ്രയോറിറ്റി ഉള്ളൂ. 1 ബിസിനസ്സാണ്, 2 ബിസിനസ്സാണ്, 3 ബിസിനസ്സാണ്. അതാണ് താങ്കൾ. ആ പ്രയോറിറ്റി കാരണമാണ് മക്കൾ സ്ട്രോങ് ആയിട്ട് ഇന്ന് കൂടെ ഇരിക്കുന്നത്. ഈ സംരംഭം വളരട്ടെ. ഇന്ത്യൻ ബേക്കറി നമ്മുടെ നാടിന് തന്നെ അഭിമാനമാവട്ടെ. വളർന്ന് ഈ തലമുറയുടെ സപ്പോർട്ടോടുകൂടി വലിയൊരു ബ്രാൻഡായി തീരട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റി 1600 പേരുടെ പേരിലും ഈ എല്ലാ സ്പാർക്കിൻ്റെ പ്രേക്ഷകരിലും എല്ലാവർക്കും ആശംസകൾ. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് നിങ്ങളിത് വലിയൊരു ബ്രാൻഡായി വളർത്തുക. താങ്ക് യു. താങ്ക് യു സർ.